നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരിൽ നിന്നും സബ്രൂം പോണ റൂട്ടിലാട്ടാ. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെയാണ് ട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇവിടെ പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടാ. നമ്മൾ പോണൊക്കെ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ തട്ടുകളും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് കച്ചവടക്കാരൻ്റെ തട്ടും കാര്യങ്ങളൊക്കെയാണ്. വെയിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ട്ടാ. അപ്പോഴാണ് നമ്മളൊരു കിടിലൻ കൃഷിപ്പാടം കണ്ടിട്ടാ. നല്ല ഭംഗിയല്ലേ. ആളവിടെ വളവും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അങ്ങനെ നമ്മൾ ഗോമതി ഡിസ്ട്രിക്റ്റിൽ നിന്നും സൗത്ത് ത്രിപുര ഡിസ്ട്രിക്റ്റിലേക്ക് കയറിട്ടാ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു പയ്യനെ വീണ്ടും കണ്ടുമുട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പരിചയപ്പെട്ടേണ്ട. അങ്ങനെ പുള്ളീനോടൊക്കെ യാത്ര നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം റെസ്റ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് ഇവിടുത്തെ മെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ജീപ്പ് സർവീസ് മെയിനാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പോണായി കണ്ടുമുട്ടുണ്ട്. വല്ലാത്ത സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, വഴിയിലൊക്കെ ഇതേപോലെ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ബിസിനസ് റബ്ബറാണ് കേട്ടോ. ഇവിടെയുള്ള അത്യാവശ്യം ആൾക്കാർക്ക് റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോണേക്ക് ഒരു പുള്ളി നമ്മുടെ കടയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്, അങ്ങനെ പുള്ളി നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു, ബാ ഇവിടെ ഒരു കടയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരോടൊക്കെ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴാണ് ഈ ഒരു പുള്ളി കടയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അത് കഴിഞ്ഞൊരു ദീദീനെ കണ്ടുപിട്ടിട്ടാ. ദീദിയുടെ ഭർത്താവ് CRPF വർക്ക് ചെയ്യണത്. അങ്ങനെ എനിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഈ ഒരു പുള്ളിയാണ് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട്. പാവട്ടെ, നല്ല അടിപൊളി മനുഷ്യരാണ് ഇവിടെയുള്ള.